ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് വെഡ്ഡിങ് ഷോപ്പിങ്ങിന് പോവുകയാണ്. നമ്മുടെ ഫാമിലിയിൽ നമുക്കൊരു അടിപൊളി കല്യാണം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് പോയതാണ്. ഞങ്ങൾ നേരെ തൊടുപുഴയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് മമ്മി വീട്ടിലിടുന്ന ചെരുപ്പിട്ടുകൊണ്ടാണ് ഇവിടം വരെ വന്നിരിക്കുന്നത്. സോ സാഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിനകത്ത് കയറി. തൊടുപുഴ മഹാറാണിയിലാണ് വന്നത്. ഓൾറെഡി ഇതിന് മുന്നേ വന്നു. എൻ്റെ കല്യാണ സാരി ഇവിടെ നിന്നായിരുന്നു എടുത്തത്. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ വന്നു, സാരി സെക്ഷനിലേക്ക് പോയി. ബട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ സാരീസ് ഒന്നും കിട്ടിയില്ല. സാരിക്ക് അവിടെ കുറച്ച് കളക്ഷൻസ് കുറവായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹൽദിക്കിടാനുള്ള ഡ്രസ്സൊക്കെ തപ്പി. അത് ഞങ്ങൾക്ക് മാച്ചായിട്ട് കിട്ടി. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അതിൻ്റെ ട്രയൽ റൂമിൽ കയറി ഇതൊക്കെ കാണിച്ചു. അതിനുശേഷം ബില്ലിംഗ് സെക്ഷനിൽ വന്ന് ബില്ലടിച്ചു. അപ്പോൾ ഞങ്ങൾ ഹൽദിക്കിടാനുള്ളതും വേറെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചായ, ഈ ചേച്ചിമാർ ചായ കാപ്പിയൊക്കെ തരും. അത് നല്ല രസമാണ് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലു 2 ഗ്ലാസ് കുടിച്ചു. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഇനി അടുത്ത് എവിടെ പോകാം, സാരി കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പോയത് പുളിമൂട്ടിലാണ് ഗൈസ്. ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് ട്രയൽ ചെയ്ത സാരി. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു 3-4 സാരി ട്രയൽ ചെയ്ത് നോക്കി ഗൈസ്. എനിക്ക് എല്ലാം അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എൻ്റെ മൈൻഡിൽ നല്ല ബ്രൈറ്റ് കളർ വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി, ഈ റെഡും ഗ്രീനും കോംബോ വന്നത്. പക്ഷേ ഉടുത്ത് വന്നപ്പോഴും നല്ല രസമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട്. ഉടുത്ത് മമ്മിയെ കാണിച്ചു, മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. അഭിലാഷിനെ കാണിച്ചു. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു റെഡ് സാരി പർച്ചേസ് ചെയ്തിരുന്നു. പിന്നെ റെഡ് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അതങ്ങ് മാറ്റി. അവസാനം ഞങ്ങൾ ഫൈനലി സാരി എടുത്തു ഗൈസ്. അത് ഞങ്ങൾ പിന്നെ പറയാം. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് കാണുമ്പോൾ ബില്ല് കണ്ടതോടെ അഭിലാഷ് എൻ്റെ നിന്നിട്ട് പേ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ നേരെ മാളുവിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു നീ പേ ചെയ്തോളാം. അത് ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് അഭിലാഷിൻ്റെ അടുത്ത് തന്നെ എത്തി. വളരെ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് അഭിലാഷ് അത് കൊടുത്തു ഗൈസ്. പിന്നെ ഞാൻ ബില്ലിങ്ങിൻ്റെ അവിടെ പോയി അവരോട് ഗിഫ്റ്റൊക്കെ വേണം എന്ന് പറഞ്ഞു. കാരണം ഇത്രയും രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങിയതാണല്ലോ. എന്തോ ഗിഫ്റ്റ് അതിൽ വെച്ച് തന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുവാണ് ഗൈസ്. ഓക്കെ, ബൈ.